പൈപ്പ് ക്ലീനർ ഉപയോഗിച്ച് ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കിന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ പൈപ്പ് ക്ലീനർ വേണം, ഒരു സിസർ വേണം, പിന്നെ നമുക്ക് ഗ്ലൂ വേണം. ഗ്ലൂ ഏതെങ്കിലും മതി. പിന്നെ നമുക്ക് ഗ്രീൻ ടേപ്പ് വേണം. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും കളർ പൈപ്പ് ക്ലീനേഴ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു കമ്പി ഗ്രീൻ ടേപ്പ് ചുറ്റി വേണം. നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവർ ഈ ടൈപ്പ് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ബ്ലൂവും വയലറ്റും കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. 2 ഡാർക്ക് കളറും ഒരു ലൈറ്റ് കളറും വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് രണ്ടായിട്ട് മടക്കി മുറിച്ചെടുക്കുക. പിന്നെ അതിനെ വീണ്ടും മടക്കുക ഓരോന്നിനെയും. അങ്ങനെ നമുക്ക് 3 എണ്ണമാണ് വേണ്ടത്. അതിലൊന്ന് നമ്മൾ മാറ്റി വെക്കുക. അത് അടുത്ത ലീഫ് ഉണ്ടാക്കാനായിട്ട് നമുക്കെടുക്കാം. മടക്കി വെച്ചേക്കുന്ന പൈപ്പ് ക്ലീനർ നമ്മളെടുത്ത് അടുക്കി പിടിച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് ആ വലിയ പൈപ്പ് കടത്തി വിട്ട് അത് ഒന്ന് തിരിച്ച് മുറുക്കിയെടുക്കുക. അതിനുശേഷം അതൊന്ന് അടുക്കി വെച്ചതിന് ശേഷം ആ വലിയ പൈപ്പ് 2 സൈഡിലേക്കും എടുത്ത് ഒന്ന് അടുക്കി വൃത്തിയായിട്ട് എടുക്കുക. അതിനുശേഷമാണെങ്കിൽ അതിൻ്റെ ഒരറ്റം നമ്മളെടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് ഒരിതളിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പെറ്റൽസാണിത്. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കാം. ലീഫ് ഉണ്ടാക്കാനായിട്ട് ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്രീൻ കളർ 2 പൈപ്പ് ക്ലീനർ എടുത്തിട്ട് അതിൽ ഒരെണ്ണം നമുക്ക് മടക്കി കട്ട് ചെയ്ത് എടുക്കാം. ആ കട്ട് ചെയ്തതിനെ വീണ്ടും മടക്കുക. അത് രണ്ടും അങ്ങനെ മടക്കി ചേർത്ത് വെച്ചതിന് ശേഷം ആ വലിയ പൈപ്പ് ക്ലീനർ അതിനുള്ളിലേക്ക് കടത്തി വിട്ട് നമ്മൾ ഇതളുകൾ നമ്മൾ ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ഈ ലീഫും ഉണ്ടാക്കുന്നത്. ഇതിന് അത്രയും എടുക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. കുറച്ച് സ്ട്രിപ്പുകൾ മാത്രമേ നമ്മളിതിന് വേണ്ടി എടുക്കുന്നുള്ളൂ. ഇതിങ്ങനെ എടുത്തിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. വീണ്ടും അതൊരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്ത് എടുക്കുക. നമുക്ക് മൊത്തം 6 പെറ്റൽസാണ് വേണ്ടത്. 2 ലീഫാണ് ഞാനിവിടെ എടുത്തത്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എത്ര ലീഫ് വേണമെങ്കിലും എടുക്കാം. ഞാൻ 2 ലീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 6 പെറ്റൽസ് നമുക്ക് വേണം. ഇനി ഇതിൻ്റെ ഫ്ലവറിൻ്റെ നടുക്ക് വെക്കാനായിട്ട് നമുക്കൊരു യെല്ലോ കളർ സ്ട്രിപ്പ് വേണം. അതിന് നമ്മൾ ഒന്നെടുത്ത് ചുറ്റി ഒന്നെടുക്കുക. അതിനുശേഷം ഒരു വിരലിൻ്റെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് 3 എണ്ണമാണ് വേണ്ടത്. മൂന്നെണ്ണം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഇതളുകളെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഗ്ലൂ ഉപയോഗിച്ചിട്ട്. ഓരോ ഇതളുകളും എടുത്ത് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് നേരം നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതൊന്ന് ഒട്ടാനായിട്ട് ടൈം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ ഇതളുകൾ വെക്കുമ്പോഴും അതൊന്ന് പ്രസ് ചെയ്ത് മുറുക്കി പിടിക്കണം. അതിനുശേഷം ആ യെല്ലോ കളറ് നമ്മളതിന് നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. അവിടെ അല്പം ഗ്ലൂ തേച്ച് കൊടുത്താൽ അത് ടൈറ്റായിട്ട് അവിടെ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെ 6 ഇതളുകളും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് വന്നത് കണ്ടോ? അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഫുൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഫ്ലവർ വേസിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ആ പൂ ഉണ്ടാക്കിയതിനകത്തോട്ട് ആ കമ്പി ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് ഗ്രീൻ കളർ സ്ട്രിപ്പ് വെച്ചിട്ട് അതൊന്ന് ചുറ്റിയെടുക്കാം. നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റി കൊടുക്കണം. എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ സ്ട്രിപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി അകത്തിയാണ് ചുറ്റി കൊടുക്കുന്നത്. നിങ്ങളത് അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ പ്രാവശ്യം ചുറ്റി താഴോട്ടേക്ക് വരുമ്പോൾ ലീഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്കതിൻ്റെ കൂടെ. 2 ലീഫാണ് ഞാനിവിടെ വെച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വലിപ്പം കുറച്ചും കൂട്ടിയും ലീഫുകൾ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ 2 ഫ്ലവറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഇത് നമുക്ക് ഈ പൈപ്പ് ക്ലീനർ സ്ട്രിപ്പ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഒരു പാക്കറ്റിന് 20 രൂപയെ വില വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.